ഇനി അവധിയും കവധിയൊന്നും ഇല്ല, മനസ്സിലായില്ല? എല്ലാ സാധനം പുറത്തേക്ക് ഇട്ടാ എല്ലാവരും എടുത്തോ. ചന്ദ്രേട്ടാ, ഞങ്ങളെ കുഞ്ഞിവിടെ ഇല്ലാത്ത നേരത്തെ നിങ്ങൾ ഈ വന്നത്. നിങ്ങൾ കുറച്ചെങ്കിലും സാവകാശം തന്നൂടെ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം കാട്ടിങ്ങള്. ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നല്ലോ നമ്മൾ ഹുസൈൻ മോലാൽ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, ഇതിന് 7 ലക്ഷം ഉറുപ്പേരാന്ന്. ഇതിന് 7 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോ നല്ല ലാഭമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ട. ഇനി ഞാൻ തെറ്റ കാട്ടുന്നു, ഞാൻ ഇതേ കാട്ടുള്ളൂ, ഇതിനപ്പുറം എനിക്ക് കാട്ടാൻ അറിയില്ല. ചന്ദ്ര, നമുക്ക് 7 ലക്ഷം തന്നെ കൊടുക്കാം. കുടുങ്ങുമ്പോ പോലെ സഹായിക്കണ്ടേ നമ്മളെ കടമല്ലടാ, അല്ല മനുഷ്യൻ പറ്റ്. എന്താ നിങ്ങൾ ഈ പറയണത്? ഏത് കണ്ണൊട്ടങ്ങ് അറിയത് 25 ലക്ഷത്തിന്റെ മുതലാണെന്നുള്ളത്? എന്നിട്ട് നിങ്ങൾ ഈ 7.5 ലക്ഷം പറയണത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് ഏത് തെരുവിക്കാ തെണ്ടി പോകുക? എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അത് കണ്ടുകള് ആറ്റങ്ങൾ സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞോ? അത് നോക്കാണ് നിങ്ങള്. ചന്ദ്ര, ഉമ്മ, റഹീമാജിയും മോജിമാക്കൊക്കെ വരുന്നു. ചന്ദ്ര, ഇവിടെ അറിയിക്കാ പുറത്തേക്ക്. എന്താ അവിടെ? ഇത് പുറത്തു വാ. എന്താ ആണുങ്ങളൊന്നും ഇല്ലാത്ത നേരത്താണോ പെരി കയറിക്കാട് ഗുണ്ടായിസും ഈ സാധനങ്ങളൊക്കെ വലിച്ചിടലേ? ഇതെന്താ ഈ നാട്ടിലൊന്നും ഉള്ളതല്ലേ? അത് ശരി, എൻ്റെ അടുത്ത് ഗുണ്ടായുസും ഉണ്ട് അല്ലേ? ഇതൊരു മര്യാദക്കാരനാണ് നമ്മൾ കരുതിൻ്റെ. അതൊന്നും ഈ നാട്ടിൽ നടക്കൂല ചന്ദ്ര. ഇത് ഗുണ്ടായിസും പോക്കിരിത്തരൊന്നും അല്ല എന്റെ പൊന്നരാജരെ. ഇന്റെ കൈക്കുള്ള കായ് ഇന്റെ പെരയിൽ ഒന്ന് വാങ്ങിയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വയ്ക്കാൻ വേണ്ടി ഓല പെരയ്ക്ക് ഇങ്ങനെ നടക്കുക ഇറങ്ങുക. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഞാൻ ഇന്നത്തെ കേട്ട ഇല്ല, നിങ്ങൾ പറയും ഒരു തീരുമാനം. പിന്നെ ഈ തീരുമാനം ഇതൊന്ന് സോൾവ് ആക്കാൻ വേണ്ടിട്ട് നമ്മളെ മുതലാളി ഇതായി നിൽക്കണു. മൂപ്പര് കണക്ക് ഒരു എമൗണ്ട് പറഞ്ഞു, 7 ലക്ഷം. എന്താ മോശം ഈ കണ്ടത്? ഇതാ ഈ ഒരു ഏരിയയിൽ ഈ പെരക്ക് അത്രല്ലേ കിട്ടുള്ളൂ. നമ്മളെ കടം വിട്ടുക, ബാക്കിയുള്ള കാര്യമായിട്ട് ഓർക്ക് എന്തെങ്കിലും ചെയ്യാലോ. അതല്ലപ്പോ നമ്മൾ കാട്ടുള്ളൂ. ഇത് ഗുണ്ടായിസ അല്ല പിന്നെ. ഹലോ സൈനെ, ചന്ദ്രന്റെ ഇപ്പൊ എല്ലാ പരിപാടിയിലും പിച്ചുണ്ടല്ലോ. ഓന് വട്ടിയും പരിപാടിയാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അനക്കതിൽ എന്താ റോള് മനസ്സിലായിട്ടില്ല. ഇതിപ്പോ നല്ലൊരു വിലയും കണ്ടല്ലോ ഇപ്പൊ ഈ സ്ഥലത്തിനൊക്കെ. ശരി റഹീമേ, ഇത് പറഞ്ഞിട്ടോ തോന്നല്ലോ ഇച്ചിരി വല്ല ലാഭമുള്ള മാതിരി. ഞാനാണ് ഈ ചന്ദ്രൻ വന്നത് വിൽക്കാണ്ടാണ് അപ്പൊ നോക്കാൻ വന്നതാണ്. ഞാൻ മറ്റൊരു വിലയും പറഞ്ഞു. ഇപ്പൊ അങ്ങനെ സഹായിക്കേണ്ടത് ഇന്ത്യ കൂടെ ഉത്തരവാദിത്തല്ലടാ. അതിനപ്പോ ജീ പറയുന്നത് തൽക്കാലം ചന്ദ്രൻ ഹുസൈനെ പോലെ സഹായിക്കണ്ട. ഈ പുറത്തേക്ക് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടെടുക്കുക. പിന്നെ എനിക്ക് തരാനുള്ള പൈസ കമ്പനി പോയിക്കാണ്ട് മുജീബാക്കാണ്ട് പോയിക്കാണ്ട് കണക്കറിന് വാങ്ങുക. ഹുസൈനും ചന്ദ്രനും ഈ പരിസരത്ത് കാണാനും പാടില്ല. നോക്കി